സാറേ എസ് ഐ ഉണ്ടോ? അകത്തുണ്ട്. ഹലോ, ആരെ? എന്താ കാര്യമൊന്ന് വ്യക്തമായിട്ട് പറയൂ. എടോ, നമ്മുടെ നാട്ടിൽ CM പ്രൊട്ടക്ഷന്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഒരു ലോഡ് പോലീസിനെ അവിടെ ഇറക്കുമതി ചെയ്തിരിക്കുക. ഇവിടെ ആണെങ്കിൽ ഞാൻ 4-5 പോലീസുകാർ മാത്രമേ ഉള്ളൂ. സാറേ നീയാ? എന്താടാ? എൻ്റെ ഭാര്യ ആശുപത്രിയിലാണ് സാറേ. എന്താ സംഭവിച്ചത്? ആരാ പ്രതി എന്നൊക്കെ കാണിച്ച് ഒരു പരാതി എഴുതാം. സാറേ അടിപിടിയൊന്നുമല്ല, പ്രസവത്തിന് കൊണ്ടുപോയതാ. അതെന്താ അടിപിടിയല്ലേ? അപ്പൊ പ്രതി ഇവൻ തന്നെ. പൊടി ഓപ്പറേഷൻ ചെയ്യാൻ 1 ലക്ഷം രൂപ വേണമെന്നാ ഡോക്ടർ പറഞ്ഞു. നീ അപ്പൊ പോലീസ് സ്റ്റേഷൻ കടം ചോദിക്കാൻ വന്നാ? അല്ല സാറേ, ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രിനെ കാണാൻ പറ്റിയ സഹായം കിട്ടുമെന്നാ പറയുന്നത്. അതിന് 2 മണിക്കൂറിൽ ഓപ്പറേഷൻ നടത്തും. സാറ് വിചാരിച്ച എനിക്ക് മുഖ്യമന്ത്രിനെ കാണാൻ പറ്റും. വെറൈറ്റി പരാതിയാണല്ലേ. CM അങ്ങനെ നേരത്തെ കാണാൻ പറ്റത്തില്ല. നിനക്ക് കാശ് കിട്ടിയാ പോരെ? അതിനുള്ളൊരു വഴിയുണ്ട്. നീ വാ. ആടാ, ഇവരെല്ലാം വാണ്ടഡ് ക്രിമിനൽസാ, സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾ. എല്ലാരും കണ്ടല്ലോ. നീ പോയി ഇതിൽ ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചോണ്ട് വാ. നിനക്ക് ആവശ്യമുള്ള കാശ് സർക്കാർ തരും. ഈ സോമൻ സാറിന്റെ ഒരു കാര്യം. ചെല്ലേ, വേഗം പോയി പിടിച്ചോണ്ട് വാ. 2 മണിക്കൂറിൽ ഓപ്പറേഷൻ നടത്തേണ്ടല്ലേ? ചെല്ലേ. എന്താണ് നീ കാണിച്ചത്? SI സോമന് കൈക്കുഴിച്ചു നിരുന്നോടാ. ഇനി ഇവിടെ നിന്നാ നിന്റെ ഭാര്യയുടെ 16 കഴിഞ്ഞ് നീ പുറം ലോകം കാണും. ഓടാ. എടാ, പുറത്തോട്ടിറങ്ങി ചാവോടാ. സോമൻ സാറിന് കൈക്കൂലി കൊടുക്കണം. ഏതായാലും നീ ആശിച്ചു വെച്ച് നീട്ടിയല്ലേ, ആ കാശ് അവിടെ വെച്ചിട്ട് പൊയ്ക്കോ. ഓ, ദുർഗ, 2 മണിക്കൂറിനുള്ളിൽ സർജറി നടത്തില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ പോകും. എന്തായാലും പെട്ടെന്ന് വേണം. സാർ,
ഇവരെല്ലാം വാണ്ടഡ് ക്രിമിനൽസാണ്, സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾ. നീ പോയി ഇതിൽ ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചോണ്ടുവാ, നിനക്ക് ആവശ്യമുള്ള കാശ് സർക്കാരിന്. ചെല്ലേ, വേഗം പോയി പിടിച്ചോണ്ടോ. ഇന്നും കൂടെ എനിക്കിത് കിട്ടത്തുള്ളൂ. എത്തിയേക്കണ പോയി. പോയ കാര്യം എന്തായി? 12 മണിക്ക് ചെയിൻ റിയാക്ഷൻ തുറന്നു. എനിക്കതിൽ ടെൻഷൻ ഇട്ടാ. ഇനിയൊരു തിരിച്ചു പോക്കില്ല സാഹിബ്. സാറിന്റെ മെസ്സേജ് വന്നാൽ ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങണം. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ. CM വരുന്നത് കൊണ്ട് MG റോഡ് ബ്ലോക്ക് ആണ്. ഗെറ്റ് റെഡി. ആദ്യം എവിടെയാണ് പോയി? ആദ്യം ഡോക്ടറെ കാണാം, അത് കഴിഞ്ഞ് ഷോപ്പിംഗ്. TD റോഡ് വഴി കട്ട് ചെയ്ത് കയറിയാൽ 15 മിനിറ്റിനുള്ള സ്ഥലത്തെത്താം. ബ്ലോക്കിൽ പെടില്ല. യെസ്. എന്താണ് എനിക്ക് വേണ്ടത്? എങ്ങോട്ടാണ് കൊണ്ടുപോണത്? എനിക്ക് കുറച്ച് കാശ് വേണം, അത് ഇപ്പൊ തന്നെ വേണം. നിന്നെ പിടിച്ചു കൊടുത്താൽ എനിക്കത് കിട്ടും. നീ ആരാണോ എന്താണോ എനിക്കറിയില്ല. എന്നെ പിടിച്ചു കൊടുത്താൽ കിട്ടുന്ന പണമാണ് എന്റെ ആവശ്യമെങ്കിൽ നിനക്കത് കിട്ടില്ല. അത് സർക്കാരിന്റെ ഇനാമാണ്. കയ്യിൽ കിട്ടാൻ
ചുരുങ്ങിയത് 1 വർഷം പിടിക്കും. നിനക്കാ പണം ഞാൻ ഇപ്പൊ തരാം. രണ്ടു മണിക്കൂറിനുള്ളിൽ സർജറി നടന്നില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും.